മൗനരാഗം. രചന, അവതരണം ഋതു. ചേച്ചി ഇന്ന് 10 മിനിറ്റ് വൈകിട്ടോ. സിറ്റ് ഔട്ടിലെ സ്റ്റെപ്പിൽ താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്ന സായിക്കുട്ടൻ ശ്രീലക്ഷ്മിയോട് പരിഭവം പറഞ്ഞു. സോറിടാ ചേച്ചി, ഇപ്പോൾ വരാം. എല്ലാവരും എത്തിയോ? എത്തി. അവൾ അവൻ്റെ മുടിയിൽ തലോടിക്കൊണ്ട് അകത്തേക്ക് കയറി. ഇനി എല്ലാം കഴിഞ്ഞിട്ട് കുളിക്കാം എന്ന് അവൾ വിചാരിച്ചു. ശ്രീലക്ഷ്മി വീടിനടുത്തുള്ള കുട്ടികൾക്കെല്ലാം ട്യൂഷൻ എടുക്കുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷമായി. 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികളുണ്ട്. ഏകദേശം 25 പേർ. അവരിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉള്ളതുകൊണ്ട് തൻ്റെ ചെലവുകൾക്കൊന്നും അവൾ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാറില്ല. ടെറസിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അടുത്തുള്ള ഒരു പാരലൽ കോളേജ് പൂട്ടിയപ്പോൾ ചെറിയ വിലയ്ക്ക് ഡെസ്കും ബെഞ്ചും ഒരു ബ്ലാക്ക് ബോർഡും ഒപ്പിച്ചു. ചെറുപ്പം മുതലേ നന്നായി പഠിച്ചതുകൊണ്ട് തന്നെ വീടിനടുത്തുള്ളവരെ പഠിപ്പിക്കേണ്ട ചുമതല അവൾ ഏറ്റെടുത്തു. പിന്നെ പതിയെ അവൾ കുറേ പേർക്ക് ട്യൂഷൻ എടുത്ത് ഒരു വരുമാന മാർഗം കണ്ടെത്തി. ശ്രീലക്ഷ്മിയുടെ അച്ഛൻ അവളുടെ 10ാമത്തെ വയസ്സിൽ മരിച്ചതാണ്. അവൾ 9ൽ പഠിക്കുമ്പോഴാണ് അമ്മ 2ാമത് വിവാഹം കഴിക്കുന്നത്. അതും അച്ഛൻ്റെ സുഹൃത്തിനെ തന്നെ. അവൾക്കാദ്യം അതൊട്ടും ഉൾക്കൊള്ളാനായില്ല. വിജയൻ്റെയും 2ാമത്തെ വിവാഹമായിരുന്നു. അതിലയാൾക്ക് +1ന് പഠിക്കുന്ന ഒരു മകനുണ്ട്, അശ്വിൻ. അപ്പു എന്നാണ് എല്ലാവരും വിളിക്കാറ്. ശ്രീലക്ഷ്മിക്ക് അപ്പു എന്നാൽ ജീവനാണ്. അവനും അതെ. അവളുടെ അമ്മ സാവിത്രിയും സ്വന്തം മകനെ പോലെയാണ് അപ്പുവിനെ സ്നേഹിക്കുന്നത്. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അവനെ എത്തിയിട്ടുണ്ട്. ഒരു ഗ്ലാസ് ചായയും കുടിച്ച് ടിവിയും വെച്ച് സോഫയിലിരിപ്പാണ് കക്ഷി. എൻ്റെ അപ്പു, നിനക്ക് യൂണിഫോം മാറ്റിക്കൂടെ? കാലൊക്കെ നോക്കിയേ, അപ്പടി മണ്ണ. അതാണോ സോഫയിൽ കയറ്റി വച്ചേക്കുന്നത്? ബാത്റൂമിലേക്ക് കാലും മുഖവും കഴുകാനായി കയറുന്നതിനിടയിൽ ശ്രീലക്ഷ്മി അവനെ നോക്കി പേടിപ്പിച്ചു. അപ്പു മറുപടിയായി ഒന്ന് ഇളിച്ചു കാണിച്ചു. നല്ല തണുത്ത വെള്ളത്തിൽ മുഖമൊക്കെ കഴുകിയപ്പോൾ അവളുടെ ക്ഷീണം മാറി. സാധാരണ കോളേജിൽ നിന്ന് വന്നിട്ട് കുളിച്ചിട്ടേ ട്യൂഷൻ എടുക്കാറുള്ളൂ. ഇന്ന് ഏതായാലും വൈകി. ചേച്ചി, ചായ ഞാൻ കപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുടിച്ചിട്ട് പോയാൽ മതി. അപ്പു ഇരുന്നിടത്ത് നിന്ന് അനങ്ങാതെ വിളിച്ചു പറഞ്ഞു. അവൾ ഒന്ന് പുഞ്ചിരിച്ചു. വൈകുന്നേരത്തെ ചായ അവൻ്റെ വകയാണ്. അവൾ അടുക്കളയിൽ ചെന്ന് ചായ എടുത്ത് തിരിഞ്ഞപ്പോഴാണ് പുറകിൽ വിജയനെ കണ്ടത്. അവൾ ഒന്ന് നിന്നു. മോള് വരാൻ വൈകിയല്ലോ. അയാൾ അടുത്തേക്ക് ചെന്ന് അവളുടെ മുഖത്ത് വീണ ചെറുമുടിയിഴകൾ ഒതുക്കുന്നതിനിടയിൽ ചോദിച്ചു. അവൾ പെട്ടെന്ന് തന്നെ മുഖം തിരിച്ചു കളഞ്ഞു. ഇച്ചേച്ചിക്ക് ട്യൂഷൻ എടുക്കാൻ സമയമായെങ്കിൽ ചെല്ല്. പുറകിൽ നിന്ന് അപ്പുവിൻ്റെ ദേഷ്യം നിറഞ്ഞ വാക്കുകൾ കേട്ട് വിജയൻ പെട്ടെന്ന് മാറിക്കൊടുത്തു. അപ്പുവിൻ്റെ മുഖത്ത് ദയനീയമായി നോക്കി അവൾ ടെറസിലേക്ക് നടന്നു. അവൻ സിങ്കിലേക്ക് കുടിച്ച ഗ്ലാസ് ശക്തിയിൽ വലിച്ചെറിഞ്ഞു. എനിക്കില്ലേടെ ചായ? വിജയൻ ഫ്ലാസ്ക് തുറന്ന് നോക്കുന്നതിനിടയിൽ ചോദിച്ചെങ്കിലും അവനൊന്നും മിണ്ടാതെ റൂമിൽ കയറി വാതിലടച്ചു. കഴിവേറി മക്കള്, അയാൾ അടുക്കളയിൽ നിന്ന് പുലമ്പി. മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറുമ്പോൾ അവളുടെ മനസ്സ് വിങ്ങിക്കൊണ്ടിരുന്നു. കുട്ടികൾ അക്ഷമരായി കാത്തിരിക്കുന്നത് കണ്ടപ്പോൾ ആ മുഖത്ത് എല്ലാം മറന്നൊരു ചിരി നിറഞ്ഞു. 4:30 മുതൽ 6:30 വരെയാണ് ക്ലാസ്. അതിനിടയിൽ സാവിത്രി ജോലി കഴിഞ്ഞെത്തും. ടൗണിലുള്ള സൂപ്പർ മാർക്കറ്റിൽ പാക്കിംഗ് സെക്ഷനിലാണ് അവർക്ക് ജോലി. ട്യൂഷനൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങിയപ്പോൾ അടുക്കളയിൽ നിന്ന് എന്തൊക്കെയോ ബഹളം കേൾക്കുന്നുണ്ട്. അച്ഛനും അമ്മയും തമ്മിലാണ്. അവൾ അങ്ങോട്ടേക്ക് പോയതേയില്ല. അടഞ്ഞു കിടക്കുന്ന അപ്പുവിൻ്റെ റൂമിൻ്റെ വാതിലിന് മുന്നിൽ ശ്രീലക്ഷ്മി ഒന്ന് നിന്നു. ശ്വാസം ആഞ്ഞു വലിച്ച് ഒരു ചെറിയ ചിരിയോടെ വാതിൽ തുറന്നു. അവൻ കട്ടിലിൽ കമിഴ്ന്നു കിടക്കുന്നുണ്ട്. യൂണിഫോം ഒന്നും മാറ്റിയിട്ടില്ല. ശ്രീലക്ഷ്മി മണ്ണ് പറ്റിയ കാലിൽ ഇക്കിളിയിട്ടു. അവൻ കാലൊന്ന് കുടഞ്ഞ് അതുപോലെ തന്നെ കിടന്നു. നീ എന്താ അപ്പു ഈ സമയത്ത് കിടക്കുന്നേ? എഴുന്നേറ്റ് കുളിക്ക്. എന്നിട്ട് എന്തെങ്കിലും കഴിച്ച് പഠിക്കാൻ നോക്ക്. പരീക്ഷയൊക്കെ ആവാറായി, മറന്നോ നീ? അവൾ കട്ടിലിൽ അവൻ്റെ അരികിലായിരുന്നു. അപ്പു പതിയെ തല ചെരിച്ച് അവളെ നോക്കി. ഇച്ചേച്ചിക്ക് ഹോസ്റ്റലിൽ പോയിക്കൂടെ? ഇവിടെ നിൽക്കണ്ട. അവൻ്റെ ശബ്ദം ഇടറിപ്പോയിരുന്നു. എന്താ അപ്പു ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? ഹോസ്റ്റലിൽ പോയാൽ ആരാ ഫീസ് കൊടുക്കുക? ട്യൂഷനൊക്കെ എടുക്കാൻ പറ്റുമോ? അമ്മയ്ക്ക് ഒറ്റയ്ക്കാവോ എല്ലാം? ഡിഗ്രി കഴിഞ്ഞ് എന്തെങ്കിലും ജോലി നോക്കണം. അവൻ ചാടി എഴുന്നേറ്റു. എനിക്കിതൊന്ന് കണ്ടു നിൽക്കാൻ വയ്യ. ഞാൻ എന്തേലും ചെയ്തു പോവും. ഇച്ചേച്ചിക്ക് ഇനിയും പഠിക്കണ്ടേ? ടീച്ചറാകണ്ടേ?
അപ്പു അവളുടെ മടിയിൽ തലവെച്ച് കിടന്നു. എല്ലാം വിധി പോലെ വരൂ. അപ്പു, ബി.എഡിനൊക്കെ പോകാൻ നല്ല ചിലവാണ്. ഹോസ്റ്റലിലൊക്കെ നിൽക്കണം. ഞാൻ ഒരു കൊല്ലം എവിടെയെങ്കിലും ജോലി ചെയ്തിട്ട് അടുത്ത കൊല്ലം പോകാമെന്നാണ് വിചാരിക്കുന്നേ. അമ്മയ്ക്കും അതൊരു സഹായമാവും. അവൻ കുറച്ച് സമയം ഒന്നും മിണ്ടിയില്ല. അപ്പോ ശ്രീലക്ഷ്മി വിളിച്ചു. എഴുന്നേൽക്കടാ, നിന്നെ ആകെ നാർന്നു. പോയി കുളിക്ക്. അവൻ കേൾക്കുന്നില്ലെന്ന് കണ്ട് ശ്രീലക്ഷ്മി അവനെ ഇക്കിളിയിടാൻ തുടങ്ങി. ആദ്യം ഒന്ന് മസിൽ പിടിച്ച് നിന്നെങ്കിലും പിന്നെ അവൻ കുലുങ്ങി ചിരിക്കാൻ തുടങ്ങി. ചിരിച്ച് ചിരിച്ച് വയറ് നൊന്തു. ഇച്ചേച്ചി മതി, ഞാൻ കുളിച്ചോളാം, കിതച്ചുകൊണ്ട് പറഞ്ഞവൻ എഴുന്നേറ്റു. അപ്പോൾ കുളിക്കാനായി വാഷ്റൂമിലേക്ക് പോയി. ശ്രീകുട്ടിയും എഴുന്നേറ്റ് കുളിക്കാനായി റൂമിലേക്ക് കയറുന്നതിനിടയിൽ അടുക്കളയിലെ ബഹളം ഉയർന്നു കേട്ടു. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. എനിക്കിപ്പോഴുള്ള ജോലി തന്നെ മതി. ഇത്രയും ദൂരെയൊന്നും പോയി പണിയെടുക്കാൻ എനിക്ക് പയ്യ. എടി, ഇപ്പോൾ കിട്ടുന്ന പോലെ നക്കാപ്പിച്ച ശമ്പളമൊന്നുമല്ല. 15,000 കയ്യിൽ കിട്ടും. നിനക്കവിടെ ഹോസ്റ്റലിൽ നിൽക്കാം. എല്ലാ ആഴ്ചയും വരാമെന്നല്ലേ പറഞ്ഞത്? എൻ്റെ മക്കളെ തനിച്ചാക്കി ഞാൻ എങ്ങോട്ടും പോയില്ല. മക്കൾ എങ്ങനെയാണ് തനിച്ചാകുക? ഞാനില്ലേ ഇവിടെ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ആ ജോലിക്ക് പോവില്ല. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ വിജയേട്ടൻ പോയിക്കോ. അത്രയും പറഞ്ഞ് സാവിത്രി പുറത്തേക്ക് വന്നു. ശ്രീലക്ഷ്മി അവളുടെ മുറിയിൽ ചുമരും ചാരി നിറകണ്ണുകളോടെ നിന്നു. മോളെ, കുളിച്ചോ നീയ്? അവളുടെ തോളിൽ കൈ ചേർത്ത് സാവിത്രി ചോദിച്ചു. ഒലിച്ചിറങ്ങിയ കണ്ണീരെ ഒളിപ്പിക്കാൻ ശ്രീകുട്ടിക്കായില്ല. എൻ്റെ മക്കൾ പേടിക്കണ്ട, അമ്മ എവിടെയും പോവില്ല. എൻ്റെ മോളൊരു സ്ഥിതിയിലാവണ വരെ അമ്മ കാവലുണ്ടാവും. ഒഴുകി വരുന്ന കണ്ണീര് തുടച്ചു കൊടുത്തുകൊണ്ട് സാവിത്രി പറഞ്ഞപ്പോൾ ശ്രീകുട്ടി അവരെ കെട്ടിപ്പിടിച്ചു. പുഴക്കരയിലെ ആൽത്തറയിൽ ആകാശവും നോക്കി കിടക്കുകയാണ് ശ്രീഹരി. അശോകേട്ടനും പവിത്രനും കൂടെയുണ്ട്. അപ്പോഴാണ് ബൈക്കിൽ മഹേഷ് അവിടെ എത്തിയത്. പവിയേട്ടാ, സാധനമൊന്നുമില്ലേ? കണ്ടിട്ട് പച്ചയ്ക്കാണെന്ന് തോന്നുന്നല്ലോ. അവൻ ബൈക്ക് സ്റ്റാൻഡിൽ നിർത്തി ശ്രീഹരിയുടെ അടുത്തിരുന്നു. സമയം 9 മണി ആകാറായിരുന്നു. എല്ലാ ദിവസവും രാത്രി 3 പേരും അങ്ങനെ ഒരു കൂടിക്കാഴ്ച പതിവാണ്. പവിത്രന് 2 അടിക്കണം, അല്ലെങ്കിൽ കിടന്നാൽ ഉറക്കം വരില്ല. വിവാഹം കഴിക്കാത്തതിന് ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ല. 2-3 ലോറിയൊക്കെ കക്ഷിക്കുണ്ട്. മുമ്പ് അതിലൊന്ന് ശ്രീഹരി ഓടിച്ചിരുന്നു. അവൻ പുതിയൊരു ടിപ്പർ വാങ്ങിച്ചപ്പോൾ ആ സ്ഥാനത്ത് മഹേഷ് വന്നു. പ്രായം കുറച്ചായെങ്കിലും പവിയേട്ടന് വണ്ടി ഓടിക്കാൻ ഒരു മടിയുമില്ല. അശോകനും ചെറുതായി കുടിക്കും, കൂടെ മഹേഷും. എന്നാൽ ശ്രീഹരി കൂടെ ഇരിക്കുകയേ ഉള്ളൂ. കുടിയും വലിയൊന്നും അവൻ്റെ ശീലങ്ങളല്ല. ചിലപ്പോഴൊക്കെ മഹേഷ് നിർബന്ധിക്കുമ്പോൾ അശോകേട്ടൻ്റെ താക്കീതിൽ ആ പ്രലോഭനം കെട്ടടങ്ങും. അർജുൻ്റെ കാര്യം എന്താ അശോകേട്ടാ? എന്താവാൻ? ആ ചെറ്റ നഷ്ടപരിഹാരം ഒന്നും കൊടുക്കില്ല. അറസ്റ്റുണ്ടായ കുറച്ച് ദിവസം റിമാൻഡിലാവും. വധശ്രമത്തിനാ കേസ്. ആ ദേവൻ ജാമ്യത്തിലെടുക്കും. അശോകൻ ഒരു കവിൾ മദ്യം കുടിച്ചിറക്കിക്കൊണ്ട് പറഞ്ഞു. അതെ, അയാളുള്ളത് അവൻ്റെ ധൈര്യം. അയാൾ തല്ലാൻ പറഞ്ഞ ഇവൻ കൊന്നിട്ട് വരും. നീ എന്തിനാ ഇന്ന് അവന് കൊടുത്തത്? അവർ എങ്ങനെ തിരിച്ചെടുക്കുക എന്ന് പറയാൻ പറ്റില്ല. പവിത്രൻ കടല കുറിച്ചുകൊണ്ട് മുന്നറിയിപ്പ് കൊടുത്തു. എനിക്ക് ആരെ നോക്കാനാ പവിയേട്ടാ? ആകെയുള്ളൊരമ്മ പോയി. പിന്നെ ഈ ലോകത്ത് എനിക്ക് ആരാ ഉള്ളത്? അതുകൊണ്ട് നാളത്തെ കാര്യം ആലോചിച്ച് എനിക്കൊരു പേടിയില്ല. അശോകൻ ബാക്കി വന്ന മദ്യം ഒറ്റ വലിക്ക് കുടിച്ചിറക്കി ഗ്ലാസ് പുഴക്കരയിലെ കല്ലിലേക്ക് വലിച്ചെറിഞ്ഞു. അത് പൊട്ടിച്ചിതറി വെള്ളത്തോടൊപ്പം ഒഴുകി. അപ്പോൾ ഞങ്ങളൊക്കെ ആരാ നിനക്ക്? നീ ഈ തോളിൽ കൈയിട്ട് നടക്കുന്നതൊക്കെ വെറുതെ ആണല്ലേ? മുണ്ട് മാടി കുത്തിക്കൊണ്ട് അശോകൻ എഴുന്നേറ്റു. അയാളുടെ കണ്ണ് നിറഞ്ഞു വന്നു. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. എനിക്ക് നിങ്ങളൊക്കെയല്ലേ ഉള്ളൂ. പിന്നെ അമ്മ പോയേ പിന്നെ എന്തോ ഒരു ശൂന്യത. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നെഞ്ചൊന്ന് വിങ്ങും. അതോർത്ത് പറഞ്ഞതാ. എന്നാ ഒരു കാര്യം ചെയ്യും, ഹരിയേട്ടനൊരു പെണ്ണ് കിട്ട്. അപ്പോൾ വീട്ടിൽ ഒരാളുണ്ടാവില്ലേ? കയറി ചെല്ലുമ്പോൾ കാത്തിരിക്കാൻ ഒരു പെണ്ണ്. കൊള്ളാല്ലേ? മഹേഷ് ആവേശത്തിൽ പറഞ്ഞപ്പോൾ ശ്രീഹരി അവനെ നോക്കി ദഹിപ്പിച്ചു. അവൻ അച്ചാർ തൊട്ട് നക്കി എരിവ് വലിച്ചു. മണ്ടത്തരം മാത്രമേ ഇവൻ്റെ നാവെന്ന് വരുമെങ്കിലും പറഞ്ഞത് ന്യായ. നിനക്ക് വയസ്സ് 29 കഴിഞ്ഞില്ലേ? ഇപ്പം ചെക്കന്മാരൊക്കെ 25 കഴിയുന്നതിന് മുമ്പേ 2 പിള്ളേരുടെ തന്തയാകും. നീ ഇങ്ങനെ ഒറ്റാന്തടിയായി നടക്കാനാ ഉദ്ദേശം?
അശോകേട്ടൻ ശ്രീഹരിയുടെ മുന്നിലേക്ക് നീങ്ങിയിരുന്ന് അവൻ്റെ തോളിൽ കൈ ചേർത്തു. അതൊന്നും വേണ്ട അച്ചുവേട്ടാ, ഒരു പെണ്ണിനെയൊക്കെ നോക്കാൻ എനിക്ക് വയ്യ. പോകുന്ന കാലം വരെ ഇങ്ങനെ അങ്ങ് പോട്ട്. എനിക്ക് നിങ്ങളൊക്കെ മതി. പവിയേട്ടനെ നോക്ക്, ഇപ്പോഴും സിംഗിളല്ലേ. എന്നിട്ട് എന്താ കുഴപ്പം? ഡാ മോനെ, ഇയാളുടെ കാര്യം നീ നോക്കണ്ട. ഇവൻ ആളൊരു പരീക്കുട്ടിയാ, നിരാശാകാമുകൻ. കുറച്ച് തൻ്റെ ഇടം ഉണ്ടായിരുന്നേ ഇയാൾക്കുണ്ടാകുന്ന മോളെ നിനക്ക് കെട്ടിച്ചു തന്നേനെ. അത് കേട്ട് മഹേഷും ശ്രീഹരിയും ചിരിച്ചു. അശോകേട്ട വേണ്ട, മനുഷ്യന് ഓരോ വേണ്ടാത്ത കാര്യം ഓർമ്മിപ്പിക്കല്ലേ. ഞാൻ പോവാം, പുല്ല് കുടിച്ച കെട്ട് കിട്ടു. അതും പറഞ്ഞ് അഴിഞ്ഞു തുടങ്ങിയ മുണ്ട് അയാൾ മുറുക്കി ഉടുത്ത് വളരെ ശ്രദ്ധയോടെ നടന്നുപോയി. കൂടുതൽ ശ്രദ്ധിച്ചതുകൊണ്ടാവണം ഇടയ്ക്കിടെ ആടിപ്പോകുന്നുണ്ട്. ഡാ, നീ എന്തായാലും അതുപോലെ ആകണ്ട. അശോകൻ പവിത്രൻ പോകുന്ന വഴിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതിന് എനിക്ക് പവിയേട്ടനെ പോലെ ഓർത്ത് വേദനിക്കാൻ പെണ്ണൊന്നുമില്ലല്ലോ ഏട്ടാ. ശ്രീഹരി പതിയെ കിടന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. ഞാൻ പോവാ അച്ചുവേട്ടാ. ശ്രീഹരി തൻ്റെ ബുള്ളറ്റിൻ്റെ അടുത്തേക്ക് നടന്നു. എന്നാൽ ഞാനും പോവാ. അതും പറഞ്ഞ് മഹേഷ് അവർക്ക് കൈവീശി ബൈക്ക് ഓടിച്ചു പോയി. നിക്കടാ, ഞാൻ പറഞ്ഞത് നീ തമാശയായി കാണണ്ട. എൻ്റെ ശ്രീമതി ഇന്നലെ കൂടി പറഞ്ഞതേ ഉള്ളൂ നിന്നെക്കൊണ്ട് ഒരു പെണ്ണ് കെട്ടിക്കണമെന്ന്. എത്ര കാലമായി ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുക? അശോകൻ അവൻ്റെ ബുള്ളറ്റിൻ്റെ ഹാൻഡിലിൽ കൈ ചേർത്ത് തിരിച്ചുകൊണ്ട് പറഞ്ഞു. അവനൊന്നും മറുപടി പറഞ്ഞില്ല. ഞാൻ പോട്ടെ. അയാൾ ഒന്നും പറയാതെ ശ്രീഹരി പോകുന്നത് നോക്കി കാറിൽ കയറി. മുറ്റത്തേക്ക് ബുള്ളറ്റ് കയറ്റി നിർത്തിയപ്പോൾ അപ്പൂസ് വാലാട്ടിക്കൊണ്ട് ഉറക്കെ കുരച്ചു. ഡാ, നീ ഉറങ്ങടാ. ആർക്ക് വേണ്ടിയാ ഈ കാവല്? അവൻ കൂട്ടിനടുത്ത് ചെന്ന് അപ്പൂസിൻ്റെ കറുത്ത രോമങ്ങളിൽ വിരൽ ചേർത്ത് തടവി. അവൻ്റെ സ്നേഹലാളനയിൽ അത് ഒതുങ്ങി നിന്നു. ശ്രീഹരിയുടെ അമ്മയ്ക്ക് അപ്പൂസിനെ വളരെ ഇഷ്ടമായിരുന്നു. അതിനെ മടിയിലിരുത്തിയും കൊഞ്ചിച്ചും സ്നേഹിച്ചുകൊണ്ടിരുന്നു. അമ്മ മരിച്ചപ്പോൾ ഒരു ദിവസം മുഴുവൻ അവനൊന്നും കഴിക്കാതിരുന്നതായി ശ്രീഹരി ഓർത്തു. ഓടിട്ടതാണെങ്കിലും വളരെ ഭംഗിയിലൊതുക്കിയ വീടായിരുന്നു അത്. രണ്ടു വശത്തും നിറയെ പൂക്കൾ വിരിഞ്ഞ പൂന്തോട്ടം ഉണ്ടായിരുന്നു. ഉമ്മറത്ത് ഒരു വശത്ത് ലവ് ബേർഡ്സിൻ്റെയും തത്തകളുടെയും വലിയൊരു കൂടുണ്ട്. അതൊക്കെ അമ്മയുടെ ഇഷ്ടങ്ങളായിരുന്നു. ആ ഓർമ്മയിൽ ശ്രീഹരിയും എല്ലാറ്റിനെയും പൊന്നുപോലെയാണ് നോക്കുന്നത്. എന്തൊക്കെ ഉണ്ടായിട്ടും അമ്മയില്ലാത്ത ആ വീട്ടിലേക്ക് നിറഞ്ഞ കണ്ണുകളോടെ അവൻ കയറി ചെന്നു. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ പല ആലോചനയിൽ ശ്രീലക്ഷ്മി കുടുങ്ങി. ഡിഗ്രി കഴിഞ്ഞ് PGയും BEഡും ചെയ്ത് ഒരു ടീച്ചർ ആവണം എന്നതായിരുന്നു അവളുടെ മോഹം. വീട്ടിലത്തെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് അത് നടക്കാൻ സാധ്യതയില്ല. നിലവിൽ വീട് സ്ഥലവും എല്ലാം ബാങ്കിൽ പണയത്തിലാണ്. അച്ഛൻ എന്ന് പറയുന്ന ആൾ വല്ലപ്പോഴെങ്കിലും കൊണ്ടുവരുന്ന പാലിലും പഞ്ചസാരയിലും ഉത്തരവാദിത്തം ഒതുക്കും. ബാക്കി ചെലവുകളെല്ലാം നോക്കുന്നത് അമ്മയും താനും ചേർന്നാണ്. അപ്പുവിൻ്റെ പഠിത്തം ഒരിക്കലും മാറ്റിവെക്കാനാവില്ല. അവൾക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. അപ്പോഴാണ് ഫോൺ ബെല്ലടിച്ചത്. അച്ചുവാണ്. ഇവ കുറക്കൊന്നുമില്ലേ? ഹലോ ശ്രീകുട്ടി, ഉറങ്ങിയോ മുത്തേ? ഞാൻ ഉറങ്ങിയോ എന്നറിയാൻ വിളിച്ചതാണോ നീ? എടി, എനിക്കാകെ ഒരു പരവേശം, ഉറങ്ങാൻ പറ്റുന്നില്ല. നാളെ നീ എൻ്റെ കൂടെ വരില്ലേ? എങ്ങോട്ട്? ഹരിയേട്ടനോട് പറയാൻ. എൻ്റെ അച്ചു, ഇതൊന്നും അങ്ങനെ എടുപിടിയെന്ന് ചെയ്യേണ്ട കാര്യമല്ല. നോക്കട്ടെ, സാഹചര്യം കിട്ടിയാൽ വേണ്ടതുപോലെ ചെയ്യാം. ഇനി നീ അതും ആലോചിച്ച് ഉറങ്ങാതിരിക്കണ്ട. ഞാൻ കിടക്കുക. രാവിലെ എണീക്കണ്ടേ? നിന്നെ പോലെ 8 മണി വരെ കിടന്നുറങ്ങാൻ എനിക്ക് പറ്റില്ല. അച്ചുവിൻ്റെ മറുപടി കേൾക്കാൻ നിൽക്കാതെ ശ്രീകുട്ടി ഫോൺ കട്ട് ചെയ്തു. അവൾ അത്രയ്ക്ക് മണ്ടിയായിപ്പോയല്ലോ എന്ന് തോന്നിപ്പോയി. എന്ത് പറഞ്ഞാലും ആ തലയോട്ടിലോട്ട് കയറാനും പോകുന്നില്ല. അധികം ഒന്നും ചിന്തിക്കാതെ ശ്രീകുട്ടി ഉറക്കത്തിലേക്ക് വഴുതി വീണു. പെട്ടെന്ന് വാതിൽപ്പാളിയിൽ എന്തോ ഒരനക്കം കേട്ടു. അവൾ ചെവി കൂർപ്പിച്ചു. ശ്വാസം അടക്കി പിടിച്ചു. പുതപ്പിൽ കൈ അമർത്തി ചുരുട്ടി വാതിലിന് ഭാഗത്തേക്ക് എത്തി നോക്കി. കൊളുത്തിട്ടിട്ടുണ്ട്. അവൾ പുതപ്പ് തലയിലോട്ട് വലിച്ചിട്ടുകൊണ്ട് കണ്ണുകൾ വലിച്ച് അടച്ചു. എത്ര നിയന്ത്രിച്ചിട്ടും ചെന്നിയിലൂടെ കണ്ണുനീര് ഒഴുകിയിറങ്ങി.